ഡേയ്, നീ എന്തിനടേ ഇപ്പം ഇങ്ങോട്ട് വന്ന്? ആ പെങ്കൊച്ചിനെ കൊണ്ടുപോയി നാടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? നീ എന്തൊരാളടേ? നാട് കാണിക്കാൻ ഇവിടെ എന്തിരിക്കണത്? കുറെ ചത്ത് ജീവിക്കണ മനുഷ്യരും പന്നികളും പോത്തുകളും അല്ലാണ്ട്. നിന്നെയൊക്കെ കിട്ടിയ ആ പെണ്ണെ പറഞ്ഞാൽ മതിയല്ലേ, അവളുടെ ഗതികേട്. എന്നാ ശരിയടാ, അടിവാരം വരെ പോയിട്ട് വരാം. പിന്നെ കല്യാണം കഴിഞ്ഞെന്ന് കരുതി ഇവിടുത്തെ പണിയൊന്നും ഉഴപ്പരുത് കേട്ടാ. ഈ പന്നിയുടെ ശല്യം കാരണം ഒന്നും നടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി ഇതെങ്ങനെ നശിപ്പിച്ച പോലീസ് പിടിച്ചാലും കൊള്ളാം, ഞാൻ അതിനൊക്കെ ഒന്ന് പൊരിക്കും. ഞാൻ ഈ പന്നിയുടെ ശല്യമല്ല ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മ പറഞ്ഞ ഇവിടെ ആന ഇറങ്ങുന്നു. അമ്മേ, ഞങ്ങളുടെ മുറിയിലെ വെളിച്ചം ഒന്ന് അണയ്ക്കാൻ പറ്റുമോ? ഓ, അതൊക്കെ അവൻ്റെ ഓരോ കുന്ത്രാണ്ടങ്ങളാണ്. നമ്മളത് തൊടാൻ പോലും താമസിക്കൂല. എനിക്കങ്ങനെ വെട്ടത്തിൽ കിടന്നുറങ്ങിയ ശീലമില്ല. അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ താമസിക്കാം. അണ്ണം കിടന്നാൽ അപ്പോഴേ ഉറങ്ങും. അവന് ചെറുപ്പത്തിൽ ഇട്ടത്തിറക്കാൻ പേടിയാ, അതിപ്പോഴും മാറിയിട്ടില്ല. എപ്പോഴും അത് പണിഞ്ഞോണ്ടിരിക്കണ കാണാം. നമ്മുടെ പുറത്ത് പൊളിഞ്ഞെടുക്കുന്ന വീടാരുടെ? ഓ, അതൊരു തമിഴിൻ്റെയാ, സഹായം എന്നാ പേര്. അങ്ങനെ ആരെയും സഹായിക്കണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങേര് വീട് വിട്ട് അടിവാരത്തേക്ക് പോയപ്പോൾ ചന്ദ്രൻ ചെന്ന് ചോദിച്ചതാ വാടകയ്ക്ക്. അപ്പം അങ്ങേര് ലോകത്തില്ലാത്ത കാശ് പറഞ്ഞു. ഇപ്പേ എന്തിനു പറയണ്, അതങ്ങനെ കിടന്ന് നശിച്ച്. ഇവിടെ എത്ര കുടുംബങ്ങൾ കാണും? ഒരു 100-150 കുടുംബങ്ങൾ കാണും. ഞാൻ ഇവിടെ വന്ന സമയത്ത് 2000-ഓളം വരും. അത്രയോ?